Welcome to Isha's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ചട്നിപ്പൊടി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പച്ചമാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ചട്നിപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ചട്നിപ്പൊടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് വീഡിയോ സേവ് ആക്കി വെച്ചോളൂ. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ ചട്നിപ്പൊടി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മൂവാണ്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൊലിയൊന്നും കളയാതെ തന്നെ നമുക്കത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാടൻ മാങ്ങയാണെങ്കിൽ മാത്രമായിട്ട് നമുക്കിങ്ങനെ തൊലി കളയാതെ എടുക്കാൻ പറ്റുള്ളൂ. തൊലിക്ക് വലിയ കട്ടിപ്പുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ട് തന്നെ എടുത്താൽ മതി. ഞാനിവിടെ നമ്മൾ എടുത്തിട്ടുള്ള ആ 2 കപ്പ് തേങ്ങയും ആ മാങ്ങയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് വറുത്തെടുക്കാനുണ്ട്. ഞാനിവിടെ ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂണും കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. അത് രണ്ടും നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചെറുതായി ഒന്നിങ്ങനെ മൊരിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. മുഴുവൻ മല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തതാണ്. അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കെല്ലാം ഒന്ന് നന്നായി വറുത്തെടുക്കാം. ഇപ്പം എല്ലാം വറവൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കത് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മാങ്ങ തേങ്ങ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വറുത്തെടുക്കാം. മാങ്ങയും തേങ്ങയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ മാങ്ങയിലത്തെ വെള്ളം തേങ്ങയിലേക്ക് വന്നിട്ട് നമുക്കൊരു പാകത്തിലുള്ള നനവായി കിട്ടും. ഇപ്പോൾ വറവൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായംപൊടി 1/2 ടീസ്പൂൺ കായംപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വറവൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ആദ്യം വറുത്ത് വെച്ചതൊക്കെ ചൂടാറിയിട്ടുണ്ട്. അത് നമുക്ക് മിക്സർ ജാറിലൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അതും കൂടി വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ മാങ്ങ മിക്സ് അത് ചൂടാറിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്കും ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നി അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ള കുറച്ച് മാത്രം പുറത്ത് വെച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.